ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് ടി വി ജോയ്. ഞാൻ ലൈഫ് ഇൻഷുറൻസിൻ്റെ പോളിസി വിപണന രംഗത്ത് ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്നു. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഈ വീഡിയോ ലൈഫ് ഇൻഷുറൻസ് ഗ്യാരണ്ടീഡ് അഡീഷൻ കൊടുക്കുന്ന ഇൻകം ബെനിഫിറ്റ് കൊടുക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് പറയാനാണ്. അതിൻ്റെ പേരാണ് ജീവൻ ഉത്സവ്. 30 ദിവസം മുതൽ 65 വയസ്സ് വരെയുള്ള ആൾക്കാണ് അത് ചേരാനായിട്ടുള്ള അർഹത. അത് ഗ്യാരണ്ടീഡ് അഡീഷനുണ്ട്. പിന്നെ ഫ്ലെക്സി ഇൻകത്തിൻ്റെ 5% ബെനിഫിറ്റ് അഡീഷണലായിട്ട് വേറെയുണ്ട്. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മിനിമം ടൈം 5 കൊല്ലം, മാക്സിമം ടൈം 19 വർഷമാണ്. ഇപ്പം മിനിമം ടൈം 5 കൊല്ലം അടയ്ക്കുന്ന ആൾക്ക് മിനിമം സം അഷ്യൂർഡ് 5 ലക്ഷം. 5 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുന്ന വ്യക്തി മിനിമം 5 കൊല്ലം പ്രീമിയം അടച്ച് 6 കൊല്ലം ഇതിന് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. എല്ലാ ടൈമിനും വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പം ഈ 11 വർഷത്തെ ടൈം എടുക്കുന്ന വ്യക്തി 5 കൊല്ലം പ്രീമിയം അടച്ചാൽ മതി. വാസ്തവം ശരിക്കും പറഞ്ഞാൽ 6 കൊല്ലം വെയിറ്റിംഗ് പീരീഡാണ്. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വഴി. അപ്പോൾ 11 വർഷം കഴിയുമ്പോൾ 50,000 രൂപ ഗ്യാരണ്ടീഡ് ഇൻകം ബെനിഫിറ്റ് അക്കൗണ്ടിലേക്ക് പാർട്ടിക്ക് അയച്ചു കൊടുക്കും. ഈ 11 വർഷം മുതൽ മേപ്പോട്ട് 19 വർഷം വരെയുണ്ട് ഇതിൻ്റെ ടൈം. 5 വർഷം പ്രീമിയം അടയ്ക്കുന്ന ടൈം ആണ്. പിന്നെ 6 വർഷം, 7 വർഷം, അങ്ങനെ മുതൽ 19 വർഷം വരെ ടൈമിൽ 16 വർഷം വരെ പ്രീമിയം അടയ്ക്കുന്ന പല ടൈമുകളാണ്. അപ്പോൾ എല്ലാ ടൈമിനും ലാസ്റ്റ് പ്രീമിയം കുറച്ചടച്ചാൽ മതി. അതായത് മീൻസ് ഇപ്പോൾ 11 വർഷത്തേന് 5 കൊല്ലം അടച്ചു. ഏറ്റവും മാക്സിമം ഉള്ളത് 19 വർഷത്തേന്. 19 വർഷത്തെ ടൈമിന് 16 കൊല്ലം പ്രീമിയം അടച്ചാൽ മതി. അപ്പോൾ ഇത് ഗ്യാരണ്ടീഡ് അഡീഷൻ 4% ആണ് ഇതിന് കൊടുക്കണത്. പിന്നെ ഇത് എന്ന് പറയുമ്പോൾ മിനിമം സം അഷ്യൂർഡ് 5 ലക്ഷം രൂപയാണ്. മിനിമം ടൈം 5 കൊല്ലമാണ്. മാക്സിമം ടൈം 19 വർഷവും. ഓരോ ടൈം എടുക്കുന്ന വ്യക്തിക്കും അവരുടെ ആ പ്രീമിയം അടവ് തീർന്ന് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഇപ്പം 19 വർഷത്തെ ടൈം എടുക്കുന്ന വ്യക്തിക്ക് 16-ാമത്തെ വർഷം ഇതിൻ്റെ 50,000 ബെനിഫിറ്റ് കിട്ടിക്കഴിയും. അതായത് 5 ലക്ഷത്തിൻ്റെ ബെനിഫിറ്റ് 50,000 അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും. അത് 10 ലക്ഷത്തിൻ്റെ സം അഷ്യൂർഡ് എടുക്കണമെങ്കിൽ 1 ലക്ഷം രൂപ ഇൻകം ബെനിഫിറ്റായിട്ട് പാർട്ടിക്ക് കൊടുക്കും. നല്ല പ്ലാനാണ്. ഒരുപാട് ടൈം കാത്തിരിക്കേണ്ട. പ്രീമിയം 5 കൊല്ലം അടച്ചാൽ മതി. ഏറ്റവും കുറഞ്ഞത് വാർദ്ധക്യ സമയത്ത് പെൻഷൻ കിട്ടുന്ന പോലെ തന്നെ ഒരു നല്ല പ്ലാനാണത്. പെൻഷന് പകരം നല്ലൊരു പ്ലാനായിട്ട് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. വാർദ്ധക്യ സമയത്ത് എപ്പോഴും നമ്മൾ പാർട്ടികളുടെ മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് കൈ നീട്ടാനും ചോദിക്കാനും അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് 100 വയസ്സ് വരെ ഇൻകമായിട്ട് ഗ്യാരണ്ടി ആയിട്ട് ഇത് ലൈഫ് ടൈം തന്നുകൊണ്ടിരിക്കും. അതിൽ 1 രൂപ പോലും കുറയില്ല. എത്ര ലക്ഷം? 50,000 രൂപ 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കണേ. അപ്പോൾ 5 ലക്ഷം രൂപയുടെ സം അഷ്യൂർഡിൽ മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൂട്ടിയെടുക്കാൻ സാധിക്കും. അതിന് ലിമിറ്റില്ല. ഈ മന്ത്ലി അടയ്ക്കാം, ക്വാർട്ടർലി അടയ്ക്കാം, ഹാഫ് ഇയർലി അടയ്ക്കാം, ഇയർലി അടയ്ക്കാം. ഹാഫ് ഇയർലിക്ക് 1%, ഇയർലിക്ക് 2% പ്രീമിയം റിബേറ്റ് ഉണ്ട്. പിന്നെ ഇത് റിസ്ക് കവറേജുകളുണ്ട്. നോർമൽ ഡെത്ത്, ആക്സിഡൻറ്റ് ഡെത്ത്, പെർമനൻറ്റ് ഡിസബിലിറ്റി, അങ്ങനെ റിസ്ക് കവറേജുകളൊക്കെ സാധാരണ പോളിസികളുടെ പോലെ തന്നെ എല്ലാ ബെനിഫിറ്റുകളും ഇതിലടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് പ്രീമിയം അടച്ച് പെട്ടെന്ന് തീർന്ന് ഇൻകം പെട്ടെന്ന് കിട്ടാനായിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് ഇറക്കിയാക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. അതായത് ഏറ്റവും ഇൻകം കുറഞ്ഞ ആൾക്കാർക്കും പ്രീമിയം അടച്ചുകൊണ്ട് ലൈഫ് ടൈം പെർമനൻ്റ് ഇൻകം വരാനായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്ത് ഈ സ്കീം ഇറക്കിയാക്കണത്. അതായത് 5 കൊല്ലം പ്രീമിയം അടയ്ക്കുക, അടവ് തീർന്നു. ഇനി പൈസ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ പൈസ 2,000 ചില്ലാൻ രൂപ വരുള്ളൂ. 19 വർഷത്തേക്ക് 16 കൊല്ലം, 5 കൊല്ലത്തെ ടൈം, 5 കൊല്ലത്തെ അല്ല 16 വർഷത്തെ ടൈം എടുക്കുന്ന വ്യക്തി 5 കൊല്ലത്തെ പോലെ ഒന്നിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. 19 വർഷത്തെ ടൈം എടുക്കുന്ന വ്യക്തിക്ക് 16 കൊല്ലം പൈസ അടച്ചുകൊണ്ട് 5 ലക്ഷം രൂപയുടെ പോളിസി പ്രീമിയം വളരെ കുറവായിട്ട് കിട്ടും. 2,000 ചില്ലാൻ രൂപ ഇതിന് മാസം വരുള്ളൂ. 3 മാസം കൂടുമ്പോൾ ഒരു 7,000 ചില്ലാൻ രൂപ ആണ് വരുന്നത്.
അപ്പോൾ അങ്ങനത്തെ ഇതിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. പ്രീമിയം വളരെ കുറഞ്ഞ ഒരു സിറ്റുവേഷനിൽ ഇൻകം ഇല്ലാത്ത ആൾക്കാർക്ക് അടവ് തീർന്നു കഴിഞ്ഞാൽ ഇൻകം വേണം, എന്ത് ചെയ്യും? അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറഞ്ഞ പ്രീമിയമാണ്, ഏറ്റവും കുറഞ്ഞതാണ് 16 വർഷം 19 കൊല്ലത്തെ ടൈമിൽ അടയ്ക്കുക. വേഗം പ്രീമിയം അടവ് നിൽക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഇൻകം 100 വയസ്സ് വരെ കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ. ഇന്നിപ്പോൾ 2,900 രൂപ മാസം എന്ന് അടയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ എമൗണ്ടൊന്നുമല്ല സാധാരണക്കാർക്ക്. 1,000 രൂപ ഡെയിലി കിട്ടുന്ന ആൾക്കാരാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ ആവറേജ് ഉള്ളത്. 800-നും 1000-നും ഇടയ്ക്കും ജോലി ചെയ്താൽ കിട്ടാവുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് 3 മാസം കൂടുമ്പോൾ അടയ്ക്കാം, അല്ലെങ്കിൽ മന്ത്ലി 2,900 രൂപ അടയ്ക്കാം. അത് ഈസി ആയിട്ട് അടയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി സ്വരുക്കൂട്ടി വെച്ച് ഈ ചെറിയ എമൗണ്ട് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിടെ പണം നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് റിട്ടേൺ LIC തരും. പൈസ കയ്യിലിരുന്നിട്ടും കുറി ചേർന്നിട്ടും അവിടെ ചേർന്നിട്ടും ഇവിടെ ചേർന്നിട്ടും കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ചെറിയ എമൗണ്ട് ആയാലും നിങ്ങൾ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഈ ജീവൻ ഉത്സവ് പ്ലാനിൽ തുടങ്ങി വയ്ക്കുക. നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റായി വരും. ലൈഫ് ടൈം നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് ഇൻകം ബെനിഫിറ്റ് കിട്ടും. കയ്യിൽ പൈസ ഇരുന്നോ ബാങ്കിൽ കിടന്നോ അതവിടെ കിടന്ന് ചിലവായി പോകും. നിങ്ങളുടെ വാർദ്ധക്യകാലത്ത് നിങ്ങൾ മറ്റുള്ളവരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുന്ന ആൾക്ക് ഏകദേശം ഒരു എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപയാണല്ലോ ഇയർലി കിട്ടണം. അതിൻ്റെ ഡിവൈഡ് ചെയ്ത് മാസം എടുത്താൽ മതി, അക്കൗണ്ടിലേക്ക് അയച്ചു തരും. 1 ലക്ഷം കൊല്ലം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പ്രീമിയത്തിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉദാഹരണം പറയാം, എത്ര ആണ് ഇതിന് വരുന്നതെന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ ജീവൻ ഉത്സവിൻ്റെ ഗ്യാരണ്ടീഡ് ബെനിഫിറ്റ്, ഇൻകം ബെനിഫിറ്റുള്ള പദ്ധതിയിൽ 30 വയസ്സായ ഒരു വ്യക്തി 19 വർഷത്തേക്ക് ഒരു പ്രീമിയം ആളടയ്ക്കാണ്. 19 വർഷത്തേക്ക് അടയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് വരുന്ന പ്രീമിയം 16 കൊല്ലം പ്രീമിയം അടച്ചാൽ മതി. സമ്മഷോട് 10 ലക്ഷം രൂപയാണ് ഇവിടെ കണക്കാക്കിയേക്കണത്. മന്ത്ലി 5,287 രൂപയാണ് 10 ലക്ഷത്തിന് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് 2,000 രൂപയുടെ 5 ലക്ഷത്തിന് പറഞ്ഞത് 16 വർഷത്തെ. ഇത് 10 ലക്ഷത്തിൻ്റെ മന്ത്ലി വരുന്നത് 5,287 രൂപയെ വരുള്ളൂ. 49 വയസ്സ്, അതായത് ഇദ്ദേഹം എടുക്കുന്നത് 30-ാമത്തെ വയസ്സിലെടുത്തിട്ട് 19 വയസ്സെന്ന് പറയുമ്പോൾ 49-ാമത്തെ വയസ്സിൽ മച്യൂരിറ്റി പൈസ കിട്ടിത്തുടങ്ങും. 16 കൊല്ലം ഇദ്ദേഹം പൈസ അടച്ചാൽ മതി. അതായത് 46 വയസ്സ് വരെ പൈസ അടച്ചാൽ മതി. 49-ാമത്തെ വയസ്സ് മുതൽ ഇൻകം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് 1 ലക്ഷം രൂപയാണ് 100 വയസ്സ് വരെ. പെട്ടെന്ന് ഇൻകം കിട്ടിയില്ലേ? അധികം താമസമില്ലാതെ, അധികം പ്രീമിയം, ലാർജ് പ്രീമിയം ഇല്ലാതെ ചെറുകിട ആൾക്കാർക്ക് പോലും ഒരു ഇൻകം ബെനിഫിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് 100 ഏജ് വരെ കിട്ടാവുന്ന ഒരു സെറ്റിൽമെൻറ്റാണ് LIC ഇതിൽ ശരിയാക്കിയേക്കണത്. അപ്പോൾ അത് നല്ലൊരു ഇതായിട്ട് എടുക്കാം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ലോണോ സൗകര്യ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം വരണമെങ്കിൽ ഒന്ന് ലെറ്റർ എഴുതി കൊടുത്താൽ ലോണോ ആയിട്ട് വേണമെങ്കിൽ അടച്ചതിൻ്റെ ബെനിഫിറ്റ് അനുസരിച്ച് നമുക്ക് ലോൺ ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു 1 CRൻ്റെ ഒരു പോളിസിയുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഏജ് 40 വയസ്സായ ആളാണ്. 19 വർഷത്തേക്കാണ് അദ്ദേഹം എടുക്കണം എന്ന് വയ്ക്കുക. 40 വയസ്സായ ആൾ 19 വർഷത്തേക്ക് എടുക്കുമ്പോൾ 56 വയസ്സ് വരെ പ്രീമിയം അടച്ചാൽ മതി. 16 വർഷം പ്രീമിയം അടച്ചാൽ മതി, 3 കൊല്ലം പ്രീമിയം അടയ്ക്കേണ്ട. 59-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് 1 കോടിയുടെ പോളിസിക്ക് കിട്ടുന്ന ടേം 19-ൽ 16 കൊല്ലം പ്രീമിയം 52,874 രൂപ അടയ്ക്കാം. മന്ത്ലി 52,874 രൂപ 16 വർഷം അടച്ചാൽ മതി. അപ്പോൾ അദ്ദേഹത്തിന് 59-ാമത്തെ വയസ്സിൽ കിട്ടുന്ന മെച്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ബെനിഫിറ്റ് സ്റ്റാർട്ട് ചെയ്യണത് 10 ലക്ഷം രൂപയാണ് കിട്ടുക. നല്ല അഡ്വാൻറ്റേജ് അല്ലേ? 1 crore പോളിസിക്ക് 52,874 രൂപ 16 വർഷം അടയ്ക്കണമെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ വർഷവും 10 ലക്ഷം വെച്ച് 100 വയസ്സ് വരെ LIC കൊടുക്കും. അത് നല്ല അഡ്വാൻറ്റേജാണ്. ഇത്രയും പ്രോഫിറ്റുള്ള പദ്ധതി എങ്ങുമില്ല എന്ന് വേണം പറഞ്ഞ മാതിരിയുള്ള ബെനിഫിറ്റുള്ള സ്കീം. അത് നല്ല ബെനിഫിറ്റാണ്. മറ്റുള്ള സ്ഥാപനക്കാർ പല വിധത്തിൽ ഇതിലും കൂടുതൽ ചിലപ്പോൾ കൊടുക്കാണ്ടാവായിരിക്കും. പക്ഷെ എന്നാലും ഇത് 100 വയസ്സ് വരെ ഗ്യാരണ്ടി. ഇപ്പം നിങ്ങളുടെ പണം
ഫൈനാൻസുകളിലും അവിടെ കൊണ്ട് നല്ല ഇൻട്രസ്റ്റ് റേറ്റിന് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കും. പക്ഷെ അത് മേടിച്ച് നിങ്ങൾ 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോൾ ആ സ്ഥാപനം പിന്നെ ഉണ്ടാവില്ല. ആ സ്ഥാപനം പിന്നെ നോക്കുമ്പോൾ പൂട്ടി, താക്കോലും പൂട്ടി അവർ പോയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ആരോട് ചോദിക്കും? എത്രയോ മറ്റുള്ള ഫൈനാൻസ് കമ്പനി, പുതിയ പുതിയ കമ്പനിക്കാർ വന്ന് തുടങ്ങി 2 കൊല്ലം 3 കൊല്ലം 5 കൊല്ലം കഴിയുമ്പോൾ അവർ പൂട്ടിപ്പോയി. ആ നാട്ടുകാരെ 10,000 കോടി കൊണ്ടുപോയി, 50,000 കോടി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ കണക്ക് കേൾക്കണല്ലേ. ഇത് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾ 1 കോടി രൂപയുടെ പോളിസി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ലക്ഷം വെച്ച് കൊല്ലം തരാമെന്ന് ഇപ്പം തന്നെ ഗ്യാരണ്ടി പറയണം. അത് ആരൊക്കെ പോയാലും ആരൊക്കെ മരിച്ചാലും എന്തായാലും ഈ സ്ഥാപനം നിലനിൽക്കും. സ്ഥാപനത്തിൽ പറഞ്ഞിരിക്കുന്ന ഗ്യാരണ്ടീഡ് ഇൻകം ബെനിഫിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കറക്റ്റായിട്ട് വരും. ഇന്ന് ചർപ്പിച്ച സ്റ്റാഫ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റുള്ള കണ്ടിരുന്ന ആൾക്കാരുണ്ടാവില്ല. പക്ഷെ എന്നാലും ഈ പോളിസി നിലനിൽക്കും. പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന ബെനിഫിറ്റുകളെല്ലാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ ഇത്രയും നല്ല പ്രോഫിറ്റുള്ള പദ്ധതിയിൽ നിങ്ങൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ സേവ് ചെയ്യേണ്ടതെന്ന് പറയണില്ല. നിങ്ങൾ അതുപോലെ സേവ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ ലൈഫ് ഇൻഷുറൻസിലും ഒരു എമൗണ്ട്, തുച്ഛമായ എമൗണ്ട് കൊണ്ടിടൂ. നിങ്ങൾക്കത് നല്ല പ്രോഫിറ്റായിട്ട്, നല്ല ബെനിഫിറ്റായിട്ട് റിട്ടേൺ കിട്ടും. നിങ്ങളുടെ പണം അന്യാധീനപ്പെട്ടു പോകാതെ, നശിച്ചു പോകാതെ, നിങ്ങളുടെ കയ്യിലിരുന്ന് ചിലവായി അത് സീറോ ബാലൻസായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയണത്. ഇങ്ങനെയുള്ള ചെറിയ പ്ലാനുകളൊക്കെ ഇറക്കുമ്പോൾ അതിലിട്ടാൽ മതി. അപ്പോൾ ലൈസിൽ ചെറിയ പ്ലാനുണ്ട്, വലിയ പ്ലാനുണ്ട്. 1 കോടിയുടെ പോളിസി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ 1 കോടിയുടെ പോളിസികളൊക്കെ ഇഷ്ടം പോലെ 2 കോടി 3 കോടി 5 കോടി പോളിസിയൊക്കെയാണ് ആൾക്കാർ ഇടണതും ചേരണതും ഒക്കെ. അത് ലൈഫ് ഇൻഷുറൻസിന് മാത്രമാണ് ആൾക്കാർക്ക് ഇത്രയും ധൈര്യമായിട്ട് ഇടാനായിട്ടുള്ളൊരു സാധ്യതയും മനസ്സും വരുള്ളൂ. മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇടാണ്ടായിരിക്കും, കടം കൊടുക്കും, ലക്ഷങ്ങൾ, 5 ലക്ഷം 10 ലക്ഷമൊക്കെ 10 കോടിയൊക്കെ കടം കൊടുക്കുമായിരിക്കും ബാങ്കുകളും അവരൊക്കെ. പക്ഷെ അതൊക്കെ കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഫൈനാൻസിലിട്ടാലും കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മുടെ ലൈഫ് ഇൻഷുറൻസിലിട്ടാൽ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി LIC തരുന്നതാണ്. നിങ്ങളുടെ ഗ്യാരണ്ടി ബോണ്ടിൽ തന്നെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് ഉറപ്പായിട്ട് ഇടയ്ക്ക് അതെടുത്ത് നോക്കിയാൽ മതി, എന്ത് സംശയം ഉണ്ടെങ്കിലും. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. എൻ്റെ പേര് TV ജോയി. മൊബൈൽ നമ്പർ 9447529452. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, ലിങ്ക് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.